കോട്ടയത്ത് തിരുവാതിക്കലിൽ വ്യവസായി വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഭവത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശി അമിതാണെന്ന സംശയം ശക്തമാകുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മാസങ്ങൾക്ക് മുൻപ് സ്വഭാവദൂഷ്യം കാരണം ഇതര സംസ്ഥാന തൊഴിലാളിയെ ജോലിയിൽ നിന്ന് വിജയകുമാർ പിരിച്ചുവിട്ടിരുന്നു. ഫോൺ മോഷ്ടിച്ചതിനാണ് തൊഴിലാളിയെ വിജയകുമാർ പിരിച്ചുവിട്ടത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. CCTV ദൃശ്യം റെക്കോർഡ് ചെയ്യുന്ന DVR പ്രതി മോഷ്ടിച്ചിട്ടുണ്ട്. വീടിന്റെ മുന്നിൽ CCTV ഉണ്ട്. ഈ CCTVയുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്ന DVR ആണ് പ്രതി മോഷ്ടിച്ചത്. വീട്ടിലെ ജോലിക്കാരനായിരുന്നതിനാൽ തന്നെ CCTV ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അമിതിന്റെ നീക്കമെന്ന് പോലീസ് സംശയിക്കുന്നു. വ്യക്തിവൈരാഗ്യമാകാം കൊലപാതക കാരണമെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ പറഞ്ഞു. വിജയകുമാറിന്റെയും മീരയുടെയും മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകളുണ്ട്. രക്തം മാറുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും പോലീസ് പറയുന്നു. ദമ്പതികളുടെ മകൻ ഗൗതം 7 വർഷം മുമ്പാണ് മരിച്ചത്. ഈ മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. 2017 ജൂൺ 2 സുഹൃത്തിനെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കാറിൽ പോയതാണ് ഗൗതം. പിന്നീട് യുവാവിനെക്കുറിച്ച് വിവരമൊന്നുമില്ലാതെയായി. കുടുംബം പോലീസിൽ പരാതി നൽകി. തൊട്ടടുത്ത ദിവസം റെയിൽവേ ട്രാക്കിന് സമീപം കാറിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അന്ന് സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. ഗൗതം ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇത് തെറ്റാണെന്നും മകന്റെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്നും ആരോപിച്ച് വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. കഴിഞ്ഞ മാസം CBI FIR ഇട്ടു. കൃത്യം 1 മാസം പിന്നിടുന്ന വേളയിലാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും കൊലപാതകം നടന്നിരിക്കുന്നത്. CCTV ദൃശ്യം റെക്കോർഡ് ചെയ്യുന്ന DVR ആണ് പ്രതി മോഷ്ടിച്ചത്. മോഷണത്തിനു വേണ്ടി നടത്തിയ കൊലപാതകമായിരുന്നില്ല ഇതെന്ന നിഗമനത്തിലാണ് പോലീസ്. വീടിന്റെ പിൻവാതിൽ അമ്മിക്കൽ ഉപയോഗിച്ച് തകർത്താണ് കൊലയാളി അകത്തു കയറിയത്. വീടിന്റെ 2 മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങൾ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു. വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. ദമ്പതികളെ ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറംലോകമറിയുന്നത്. വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് കണ്ടെത്തിയത്. വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടിൽ ഒരു സുരക്ഷാ ജീവനക്കാരനുണ്ടായിരുന്നെങ്കിലും പ്രായാധിക്യവും കേൾവി പരിമിതിയുമുള്ള അദ്ദേഹം വിവരമറിഞ്ഞത് നാട്ടുകാർക്കൊപ്പം മാത്രമാണെന്ന് പോലീസ് പറയുന്നു. ഇദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന് പുറമെ മറ്റു ചില ബിസിനസ് സ്ഥാപനങ്ങളും വിജയകുമാറിന്റെ പേരിലുണ്ട്. വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.